കറക്റ്റ് കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ്, പ്രോപ്പർ പെട്രോൾ ആണ്, CNG ആഡ് ആണ്, CNG ആഡ് ചെയ്യാൻ പറ്റും, മൈലേജ് കിട്ടുവാൻ നേരം. ഇതിൽ ഓൾറെഡി ഉള്ള അലോയ്സ് മാറ്റിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി അലോയ്സ്. വേറെ വർക്ക് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ? മൈലേജ് ഇതും സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജിൽ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഹസൻഖാൻ്റെ കൂടെ വീണ്ടും വന്നിരിക്കുകയാണ്. ഹസൻഖാൻ പുതിയ ഷോറൂം ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റീഡ്രൈവ് എന്നാണ് ഷോറൂമിന്റെ പേര്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു? വണ്ടികളൊക്കെ പോയിട്ടുണ്ട്. 14 വണ്ടി പോയി. ഓക്കെ. അപ്പോൾ അത്രയും സ്റ്റോക്ക് വരുന്നുണ്ട്. എത്ര 60 മുകളിലുണ്ടാവും സ്റ്റോക്ക്? 70 ചില്ല വണ്ടി സ്റ്റോക്ക് വരുന്നുണ്ട്. വലിയ ഷോറൂമാണ്, നല്ല സ്പേസിൽ തന്നെയാണ്. കാക്കഞ്ചേരിയാണ് ലൊക്കേഷൻ. കാക്കഞ്ചേരി കറക്റ്റ് സ്പോട്ട് 200 മീറ്റർ ഹൈവേന്ന് 200 മീറ്റർ. ഓക്കെ. ഹൈവേ എന്ന് വെച്ചാൽ എക്സിറ്റ് അടിച്ച് കറങ്ങി തിരിഞ്ഞ് വരേണ്ടി വരും. ഇവിടുന്ന് വരുന്നതെന്ന് പറയാൻ പറ്റും. ഓക്കെ, ലൊക്കേഷൻ വിട്ടത് കറക്റ്റ് ഇവിടെ എത്തും. ഇത് കൊടുക്കാനുള്ളതാ? ഓക്കെ. ഇത് കണ്ടപ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നി, അതാ ചോദിച്ചത്. ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഹസൻഖാനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അറിയുന്നവർക്കറിയാം. നല്ല വിലപ്പാകത്ത് തന്നെ വണ്ടി കിട്ടുന്ന, നേരെ നിന്ന് ഇങ്ങനെ മുഖസ്തുതി പറയുന്നതല്ല, നല്ല വിലപ്പാകത്ത് കൊടുക്കും. അതെ, പൊട്ടിച്ച് കൊടുക്കും. ഓക്കെ. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് പറഞ്ഞാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, നിങ്ങൾക്ക് നഷ്ടം വരില്ല. അടിപൊളി ഒരു വണ്ടി എടുത്തു കൊണ്ടുപോകാം അല്ലേ? ഓക്കെ. ഇത് കണ്ടിട്ട് പിന്നെ എയിമെന്ന് എങ്ങനെയാണ് തുടങ്ങാൻ എടുക്കുക അല്ലേ? 200 KL 34 രജിസ്ട്രേഷൻ വണ്ടിയാണ്. നല്ല ബ്ലാക്ക് അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന, സ്പീഡ് ഗിയർ ബോക്സും കാര്യമൊക്കെ മാറ്റി കയറ്റിയാണ്. MPFI എഞ്ചിൻ അല്ലേ? MPFI 11 ലാസ്റ്റ്. ഓക്കെ. AC വണ്ടിയാണ്. 88 രൂപ. AC ഒക്കെ വർക്കിംഗ്? AC എല്ലാം വർക്കിംഗ്. പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കും. 14 വേണ്ടി ഇപ്പോൾ പേപ്പർ 26 എടുക്കണം. 26 ഏത് മാസം വരിക? 6-ാം മാസം. 26 അടുത്ത വർഷം 6-ാം മാസത്തിലാണ് ഇതിന്റെ പേപ്പർ വരിക. ഒരു 10,000-15,000 ഫസ്റ്റ് റിന്യൂവലാണ്. ചാർജ് കുറച്ച് മതി. എത്ര? 3,500 രൂപ വരും. അത്രേ വരും. ഓക്കെ. 5 വർഷം ടാക്സ് വേറെ വരും കേട്ടോ. ടാക്സ് 11,000 രൂപ തീരും. ഓക്കെ. മൊത്തത്തിൽ ടാക്സ് 20 വർഷം കഴിഞ്ഞ വണ്ടിക്കാണ് ചാർജ് കൂടിയത്. ഇത് സ്റ്റൈലാണ് ഇപ്പം ഉള്ളത്. അപ്രൂവൽ ആയിട്ടില്ല. ഇതിപ്പോൾ ഫസ്റ്റ് റിന്യൂവൽ വരാൻ പോവാണ്. 2026 6-ാം മാസം. 2011 മോഡൽ വണ്ടിയാണ്. MPFI എഞ്ചിൻ, നല്ല ലുക്കാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. സാധാരണ 4 ഗിയർ വരുള്ളൂ. ഓക്കെ. ഇവിടെ ഫെൻഡറിന്റെ ചെറിയൊരു ഉള്ളോട്ടായിട്ടുണ്ട്. അതൊന്ന് റെഡി ആയി കൊടുക്കും. അതൊന്ന് റെഡി ആയി. അത് വേറെ ഇതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഉള്ളോട്ടായിരുന്നു. പെയിന്റ് പോലും പോയിട്ടില്ല. ഓക്കെ. 85,000 രൂപക്ക് എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. AC എല്ലാം വർക്ക് ചെയ്യാനുള്ള അല്ല, ഇലക്ട്രിക്കൽ ഭാഗമൊക്കെ വർക്ക് ചെയ്യാം. ഓക്കെ. 85,000 രൂപക്ക് നല്ല അടിപൊളി വർക്കൊന്നും വണ്ടി ചെയ്യണ്ടല്ല. ഒന്നും ചെയ്യണ്ട. ഓക്കെ. അടുത്ത വണ്ടി SUV ബൊലേറോ ആണ്. മഹീന്ദ്ര ബൊലേറോ KL 54 രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 SLX സിംഗിൾ ഓണർ. മിഡിൽ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓർഡർ പവറിന്റെ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 1.11 ഓടി. 1.14 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ചാവി കാര്യങ്ങൾ മെയിൻറ്റൈൻഡ് ആണോ? പ്രോപ്പർ മെയിൻറ്റൈൻഡ് ആണോ? കമ്പനി സർവീസ് ആയിരിക്കില്ല, പക്ഷേ ആഫ്റ്റർ തന്നെ പുറത്തുനിന്ന് മഹീന്ദ്ര. ഓക്കെ. മെയിൻറ്റൈൻഡ് ആണ്. അതെ. ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി പുറത്താണ് ചെയ്യാറുള്ളത്. ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. SLX 2015 മോഡല് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 1.14 ഓടിയ വണ്ടി. എത്ര കൊടുക്കുക? ഇത് 4.20 കൊടുക്കാം. 4,20,000 ഫുൾ ലോൺ ചെയ്തു. ഫുൾ ലോണും കിട്ടും. മഹീന്ദ്രയുടെ ഒരു ഹൈലൈറ്റ് ആണ് തുരുമ്പ്. പഴയ മഹീന്ദ്ര വാട്ടർ ചാനലൊക്കെയാണ് തുരുമ്പ് കയറില്ല. തുരുമ്പ് കയറില്. ഇത് തുരുമ്പില്ല. എന്തായാലും നിലവിൽ നിങ്ങൾ എവിടെ പോയിട്ട് എടുക്കുമ്പോൾ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ. മഹീന്ദ്ര ഷോറൂം എവിടെയും കൊണ്ടുപോകാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് എലൈറ്റ് i20 KL 10 മലപ്പുറം വണ്ടിയാണ്. കേരള വണ്ടിയല്ലേ? കേരള വണ്ടി സിംഗിൾ ഓണർ. ഓക്കെ. എങ്ങനെയാ? ഫാൻസി നമ്പർ 2020 സ്പോർട്സ്. 20 സ്പോർട്സ് അല്ലേ? പെട്രോൾ ആണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. 90 ചില്ലർ ഓടിയിട്ട് കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസ്. ലാസ്റ്റ് വണ്ടിയാണ്. ഇതിന് ശേഷം പിന്നെ ന്യൂ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. 20 തന്നെ മാറുന്നുണ്ടല്ലോ വണ്ടി. 20 തന്നെ മാറുന്നുണ്ട്. അതാ പറഞ്ഞത്, ന്യൂ ഷേപ്പിലേക്ക് മാറുന്നുണ്ട്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ അലോയ്സ് ചെയ്താണ് ഇത്. അല്ല, ലെവൽ കമ്പനി വരുന്നത്. അപ്പോൾ സ്പോർട്സ് പ്ലസ് ആയിട്ടായിരിക്കും അല്ലേ? ബാക്ക് വൈപ്പർ മാത്രം ഉണ്ടാവില്ല. ഓക്കെ. ബാക്കി പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. ഓട്ടോ എത്ര പറഞ്ഞത്? ഓട്ടോ 98,000 കറക്റ്റ് കമ്പനി സർവീസ്. സിംഗിൾ ഓണർഷിപ്പ്. പ്രോപ്പർ പെട്രോൾ ആണ്. CNG ആഡ് ആണ്. CNG ആഡ് ചെയ്യാൻ പറ്റും. മൈലേജ് കിട്ടുവാൻ നേരം ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 11-14 റേഞ്ച് മൈലേജ് ഉണ്ടാവും. എത്രയും ചോദിക്കുന്നത്? 5-10 ഫുള്ള് ലോണിൽ ആവശ്യക്കാർക്ക് ചെയ്ത് കൊടുക്കാം. 5,10,000 രൂപ. 20 വണ്ടി സിംഗിൾ ഓണർഷിപ്പ്, പ്രോപ്പർ മെയിൻറ്റൈൻഡ് വണ്ടി അല്ലേ? കമ്പനി സർവീസ്, ഫുൾ ലോണിൽ. അടുത്ത വണ്ടിയിലേക്ക് സ്വിഫ്റ്റ് KL 75 രജിസ്ട്രേഷൻ. ഇപ്പോഴത്തെ തന്നെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. നിങ്ങളുടെ ഡീറ്റെയിൽ. ഇത് 2018 VXI ഓട്ടോമാറ്റിക്. VXI അല്ലേ? ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 18 മോഡലുണ്ട്. കിലോമീറ്റർ 76,000 ഓടി. സിംഗിൾ ഓണർഷിപ്പ്. പ്രോപ്പർ മെയിൻറ്റൈൻഡ് സർവീസ്. കറക്റ്റ് കമ്പനി. ഒരു ക്ലെയിം ഒന്നുമില്ല.
ഒരു ക്ലെയിമില്ല. 18 VXi ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആണ്. ഇന്നലെ ഏതോ ഒരു വീഡിയോയിൽ ആരോ പറയുന്നത് കേട്ടോ ഓട്ടോമാറ്റിക് കമന്റ് പറഞ്ഞില്ല. വണ്ടി ഓട്ടോമാറ്റിക് ആണ്, പക്ഷെ വീഡിയോയിൽ പറഞ്ഞില്ല. എന്നിട്ട് വീഡിയോ ഇന്റീരിയർ കാണിച്ചപ്പോൾ മനസ്സിലായിരുന്നു. ഓക്കെ, അപ്പോൾ മൈലേജ് ഒരു 16-18 റേഞ്ച് ഒക്കെ കിട്ടും ഏകദേശം. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 5,35. 5,35,000 രൂപയ്ക്ക് 2018 VXi ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് പ്രോപ്പർ മെയിൻറ്റൈൻഡ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകും. ഫുൾ ലോൺ കയറും? ഫുൾ ലോൺ 4,85-4,80 വരെയൊക്കെ കയറും. ടാറ്റ ടിയാഗോ സെക്കൻഡ് ഷേപ്പ് ആണ്, KL30 രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 ഓട്ടോമാറ്റിക് എക്സെറ്റ് ഓട്ടോമാറ്റിക് 60,000 കിലോമീറ്റർ ഓടി. ഓക്കെ, പ്ലസ് അല്ല, പ്ലസ് അല്ല, അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അലവിലല്ലാത്ത എല്ലാ ഫീച്ചേഴ്സും വരും, എല്ലാം വരുന്നുണ്ട്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ 26,000 69,000 കിലോമീറ്റർ. 69,000 കിലോമീറ്റർ. സോറി, സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി സർവീസ്, സ്റ്റെപ്പിന് ഭൂമി തട്ടിയില്ല. ഓക്കെ, ടയർസ് ഫ്രണ്ടിൽ നല്ല ടയർസ് ആണല്ലോ. ഫ്രണ്ടിൽ പുറകില് ആവറേജ് ഉള്ളൂ. സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല. ഒരു ടയർ വാങ്ങിയാൽ സ്റ്റെപ്പിനും കൂടെ ഇട്ടാലും ഫുള്ള് എല്ലാ പുതിയ ടയറും. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്, ക്ലെയിമും കാര്യമൊന്നുമല്ലല്ലോ? ഒന്നുമില്ല, 0 ക്ലെയിം. ഓട്ടോമാറ്റിക് ഇൻഷുറൻസ് ആട്ടോ, അടച്ചു കൊടുക്കും. ബമ്പർ ടു ബമ്പർ എടുത്താലുള്ള ഗുണം അറിയാലോ. എന്തെങ്കിലും ക്ലെയിം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1000 രൂപയുടെ പേപ്പർ വർക്ക് ഉണ്ടാവും. അതിൽ അല്ല, വരാതെ കട്ടെ പറയാണ്, എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം പറയാണ്, വേറൊന്നുമല്ല. അപ്പോൾ സെയിം ഗിയർ ബോക്സ് ആണ് AMT നേരത്തെ കണ്ട പോലെ തന്നെ. ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടും. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 4,95,000 ഇൻഷുറൻസും ആവശ്യക്കാർക്ക് ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, 4,90,000 എണ്ണി അടിച്ചു കൊടുക്കാം. ഫുൾ ടാങ്ക് ഉണ്ട്, ഫുൾ ലോൺ. കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ, ഡിസംബർ 25 വരെ ചെയ്ത് കൊടുക്കാം. എല്ലാ വണ്ടിക്കും ഫുൾ ടാങ്ക്, എല്ലാ വണ്ടിക്കും ഫുൾ ടാങ്ക് ആണ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഡിസംബർ ക്രിസ്മസ് വരെ ഫുൾ ലോണിൽ ഒരു ഓട്ടോമാറ്റിക് ടിയാഗോ ഉണ്ടോ? അടുത്ത വണ്ടിയിലേക്ക് മാരുതി സുസുക്കി ബലേനോ KL58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. ഫസ്റ്റ് ഷേപ്പ് ബലേനോ 2015 ഡെൽറ്റ CVT ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ആ ടൈമിലെ CVT ഉള്ളൂ, പിന്നെ ഇതിലേക്ക് വരുമ്പോൾ MT-യിലേക്ക് വന്നത്. അപ്പോൾ CVT ആ പവർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എടുത്ത് ഓടിക്കാൻ 2015 ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 1.10 ഓടി, കറക്റ്റ് പ്രോപ്പർ സർവീസ്, കമ്പനി സർവീസ്. പ്രോപ്പർ സർവീസ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കുന്ന വാഹനം. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്ലെയിം ഇല്ല, 0 ക്ലെയിം. ഓക്കെ, നീറ്റ് വണ്ടി, CVT ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക്. മൈലേജ് കുറയും, ഒരു 11-14 റേഞ്ച് ഒക്കെ കണ്ടാൽ മതി മാക്സിമം. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 4,85, 4,80,000. 4,80,000 ഒരു ഫൈനലാക്കിയാലോ? ഓക്കെ, 4,80,000 രൂപയ്ക്ക് 2015 CVT ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓപ്ഷൻ ഇത് ഡെൽറ്റ സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, ഡെൽറ്റ സെക്കൻഡ് ഓപ്ഷൻ വാഹനം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. പ്രോപ്പർ മെയിൻറ്റൈൻഡ് ആണ്, ഒരു ക്ലെയിമും ഇല്ല. താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് ഇന്നോവ സിൽക്കി ഗോൾഡ് കളർ. ഇത് റിയായതോ? വണ്ടിയാണ്. KL10 റിയായി. ഇനി നിങ്ങളൊന്നും ചെയ്യാനില്ല. മോഡലിൽ ചെറിയൊരു ചളുക്ക് കാണുന്നുണ്ടല്ലോ. എന്താ? പെയിന്റ് അടിക്കണ്ട, ചെറിയൊരിതുള്ളൂ. ചെയ്ത് കൊടുക്കാൻ മതി. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2008 G4 രജിസ്ട്രേഷൻ വണ്ടി. മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ്. 28 വരെ പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ ഉണ്ട്. തേർഡ് ഓണർഷിപ്പ് കിടക്കാണ്. കേരളത്തിലോട്ട് മാറിയിട്ട്. ഓക്കെ, തേർഡ് ഓണർഷിപ്പിലാണ്. G4 അല്ല? G4 ആണ്. ഓക്കെ, ഓട്ടോ എത്രയാണ് കാണിക്കുന്നത്? 2,16 കാണിക്കുന്നത്. ഉറപ്പിക്കുന്നില്ല. വണ്ടീന്റെ കണ്ടീഷൻ നോക്കുക നിങ്ങൾ, അതിന് ശേഷം എടുക്കുക, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, മേജർ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? മേജർ ഒന്നുമില്ല. അപ്രോണോ കാര്യങ്ങളൊന്നും പില്ലറൊന്നും പൊട്ടിച്ചിട്ടില്ല. ഓക്കെ, എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇത് 3,30,000 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് 3/30 2028 വരെ പേപ്പറുള്ള G4 ഇന്നോവ ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. പിന്നെ KL നമ്പർ ആയി കഴിഞ്ഞു. ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ലോണ് ചാൻസ് ഇല്ലല്ലോ. ലോണ് സേർട്ട് കിട്ടും. ലോക്കൽ അഡ്രസ്സിൽ കിട്ടും. ഫസ്റ്റ് ഷേപ്പ് നെക്സോൺ 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള വാഹനം. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടി. 2018 സിംഗിൾ ഓണർഷിപ്പ് XM ആണ്, ഡീസൽ. സെക്കൻഡ് ഓപ്ഷൻ ആണ്. അലോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള ഇന്റീരിയർ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പിന്നെ ഡിഫോഗർ ഇല്ല, വൈപ്പർ ഇല്ല അല്ലേ? ഓക്കെ, ഓട്ടോ എത്ര പോയി? ഓട്ടോ 1.40 ഓടി, കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസ്. ഡീസൽ. ഓക്കെ, ഡീസൽ വാഹനമാണ്. 2018 1.40 ഓടി, പ്രോപ്പർ സർവീസ്. അപ്പോൾ മേജറൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാം കഴിഞ്ഞ് നിൽക്കുമായിരിക്കും. ഇനി 2 ലക്ഷത്തിന് അടുപ്പിച്ച് നിങ്ങൾ മേജർ നോക്കിയാൽ മതി അല്ലേ? 10-60,000 കിലോമീറ്റർ സാധാ ജനറൽ സർവീസ് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റും. നിലവിൽ വണ്ടിയുടെ മെക്കാനിക്കൽ അവസ്ഥ എന്താ? ഓടിച്ചിട്ട് വെറും 40 ഓടിയേ പറ്റുള്ളൂ. അത്രേ തോന്നുന്നു. ക്വാളിറ്റി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർ കിടക്കുന്ന വാഹനം. മൈലേജ് ഉണ്ടാവും 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഒരു ഡീസൽ കോമ്പാക്ട് SUV നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സേഫ്റ്റിയിലും മൈലേജിലും കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടി. അത്യാവശ്യം ഓട്ടോ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും നോക്കാം. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? 5,25,000. ലോൺ എത്ര കിട്ടും? 5 രൂപ അടുപ്പിച്ച് ലോണും ചെയ്യാം. ഓക്കെ, ഒരു 10,20,000 അല്ലെ 30,000 ഒക്കെ കണ്ടിറക്കാം. അടുത്തതാ വീണ്ടും കോമ്പാക്ട് SUV തന്നെ ബ്രസ KL31 മാവേലിക്കര രജിസ്ട്രേഷൻ ഡ്യുവൽ ടോൺ വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2017 VDI ഓപ്ഷണൽ
മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. 17 മോഡൽ. കിലോമീറ്റർ 90 ഓടി കറക്റ്റ് സർവീസിലുണ്ട്. പ്രോപ്പർ പോയിട്ടുണ്ട്. അതെ അതെ. മേജർ കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? മേജർ കഴിഞ്ഞിട്ടില്ല. 90 ഓടിയുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. ക്ലെയിം സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. ഒരു ക്ലെയിം ഇല്ല. മേജർ ഒന്നുമില്ല. ഈ പമ്പറൊക്കെ എക്സ്ട്രാ എടുത്താണ് പമ്പർ റീപ്ലേസ് ഉണ്ട് ഫ്രണ്ട്. അല്ല മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ഉള്ളിലേക്കൊന്നും പരിക്കൊറ്റില്ല. ഓക്കെ. മൈലേജ് ഇതും സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജിൽ നടക്കാൻ പറ്റിയ വണ്ടിയാണ്. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. എത്ര ചോദിക്കുന്നതിനിപ്പോൾ? ഇത് നമുക്ക് 5.95 കൊടുക്കാം. 5,90,000. 2017 ഡീസൽ. 5.95 VDI ബ്രസ 2017 വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. 1 lakh ഓടിയിട്ടില്ല. പ്രോപ്പർ മെയിൻറ്റൈൻഡ് വണ്ടി. നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിനടുപ്പിച്ച് തന്നെ ലോൺ കിട്ടും. ഏകദേശം ഫുൾ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം. പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് വരിക ലോൺ. നിസാൻ ടെറാനോ KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനം. നമ്പർ എങ്ങനെയാ? ഇത് 2014 വണ്ടനാണ്. 2014 ഇപ്പോൾ എക്സ്ചേഞ്ചിലൊക്കെ കയറിയ ഇന്നലെ. ചെറുതായിട്ട് ടച്ച് ചെയ്ത് വൃത്തിയാക്കി പോളിഷൊക്കെ ചെയ്ത് കൊടുക്കാം. ഒന്നും ചെയ്തിട്ടില്ല. എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. ഓക്കെ. ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ XP അല്ലേ? അതെ. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. ഏറ്റവും ടോപ്പിൻ്റെ. ഓക്കെ. റൂഫ് കളർ ചേഞ്ച് ചെയ്തതാണ് അവർ. സ്റ്റിക്കർ ഒട്ടിച്ചാണ്. പക്ഷേ പൊളിഞ്ഞു വരുന്നുണ്ട് അല്ലേ? ചെയ്ത് കൊടുക്കാം. സ്റ്റിക്കറല്ല, പെയിന്റ് തന്നെയാണ്. പെയിന്റ്. ഓക്കെ. എത്രയാ കിലോമീറ്റർ? കിലോമീറ്റർ 1.20 ഓടിയുണ്ട്. 1,20,000. മേജറൊക്കെ കഴിഞ്ഞോ? മേജറൊക്കെ കഴിഞ്ഞു. പവർഫുൾ ആയിരിക്കും. അതെ, പവർഫുൾ. പക്ഷേ 85 അപേക്ഷിച്ച് മെയിൻ്റനൻസ് കൂടും. ഓക്കെ. എത്ര ചോദിക്കുന്നത്? നമുക്ക് 3,15,000 റുപ്യ കൊടുക്കാം. 3.15 വൃത്തിയാക്കി. 3.15 2014 മോഡൽ 110 PS. ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. താല്പര്യം വിളിച്ചോളൂ. അടുത്ത ലോണും ചെയ്ത് കൊടുക്കാം. ആവശ്യം ഫുൾ ലോണും കിട്ടും അല്ലേ? വാഗണാർ KL 65 രജിസ്ട്രേഷൻ. തിരൂരങ്ങാടിയാണ്, മലപ്പുറം ജില്ല. തിരുവനങ്ങാടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 VXI സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടി. 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. മൈലേജ് കിട്ടും. 14-17 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. ഒരു റീപ്ലേസ്മെന്റ്. ഓട്ടോ എത്ര പോയി? ഓട്ടോ 90,000 ഓടി. 90,000. 21 മോഡൽ അല്ല? 21 അല്ല, 20 മോഡൽ. ഓക്കെ. എത്ര ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 3,95,000 റുപ്യ കൊടുക്കാം. 3.95 20 VXI വാഗണർ നിങ്ങൾക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആവശ്യക്കാർക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അത്യാവശ്യം ഹൈറ്റ് പ്രായമുള്ള ആൾക്കാർ അങ്ങനത്തെവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ഫാമിലി കാർ. അടുത്ത വണ്ടി സ്വിഫ്റ്റ് KL 33 രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2010 VDI. പുതിയ പേപ്പർ എടുത്തിട്ട് ഇപ്പോൾ 4 ദിവസമായിട്ടുള്ളൂ. 4 ദിവസം. അതായത് 2030 വരെ പുതിയ പേപ്പർ. 2030 ലാസ്റ്റ് വരെ ഉണ്ടാവും. 4 ദിവസമായിട്ടുള്ള എടുത്തിട്ട് ഡിസംബർ ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ടാവും. മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഉണ്ടാവും. ഓട്ടോ എത്ര പോയി? ഓട്ടോ 1,10,000 കിലോമീറ്റർ. ജനുവരി പറയാൻ പറ്റുമോ? പറയണ്ട. സക്കജാവി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഉണ്ട്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 4 ആയിട്ടുണ്ട്. 4ാമത്തെ ഓണർഷിപ്പ്. പേപ്പർ എന്തായാലും പുതിയ എടുത്തിട്ടുണ്ട്. പുതിയ പേപ്പർ. ഡീസൽ വണ്ടി അടക്കം മാറ്റിയത്. ഡീസൽ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ സ്വിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. എത്രയാണ് ചോദിക്കുന്നത്? മെക്കാനിക്കൽ പക്കയാണ്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 1.95 കൊടുക്കാം. 2010 VDI 30 വരെ പേപ്പർ എടുത്തു. 1.95 5 വർഷത്തേക്കുള്ള ഫുൾ പേപ്പറുള്ള വാഹനം. ഇൻഷുറൻസ് ടൈം കുറവാണ്, അടച്ചു കൊടുക്കാം. ഓക്കെ. ഡീസൽ വണ്ടി കൊണ്ടുപോകാം. ടെറാനോ കണ്ടു. ഡസ്റ്റ് ആണ് അടുത്തത്. KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 RX 110 തന്നെയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ 110 ആണ്. സെയിം നേരത്തെ കണ്ട പോലെ തന്നെ 2013 വണ്ടി. അത് 14 ആണ്. സോറി 13 സോറി ഇത് 13 കൺഫ്യൂഷൻ ആണ്. 13 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ആൻഡ്രോയിഡ് സെറ്റ്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇന്ത്യയിലും പോളിഷൊക്കെ ചെയ്ത് വെച്ചാണ്. മറ്റേ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതിൽ ഓൾറെഡി ഉള്ള അലോയ്സ് മാറ്റിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി അലോയ്സ്. വേറെ വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഒരു വർക്കുമില്ല. ഇത് എത്ര ഓട്ടം? ഇത് ഓട്ടം 1,30,000 കിലോമീറ്റർ. ഇപ്പോൾ രണ്ടാമത്തെ മേജർ കഴിഞ്ഞു. ഇതിൻ്റെ ഇത് 60 വരിക സാധാരണ. 60 വരികയാണെങ്കിൽ 1,20 കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇത് നമുക്ക് 2,85,000 റുപ്യ കൊടുക്കാം. 2.85 2013 വർക്കും ചെയ്യാലോ. 2013 RX ഫുൾ ഓപ്ഷൻ ഡീസൽ 110. ഈ ഒരു ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്ത റിനോന്റെ വണ്ടി തന്നെ പെട്ടെന്ന് നിർത്തിപ്പോയൊരു വണ്ടിയാണ്. റിനോ ക്യാപ്ചർ KL 69 ക്യാപ്ചർ ആണ്. റിനോ ക്യാപ്ചർ അതായത് സെയിം എഞ്ചിൻ തന്നെ വരും അല്ലേ? ഓക്കെ. ചെറിയ മാറ്റങ്ങളുണ്ട്. കുറച്ചുകൂടി എന്താ പറയാ, കുറച്ചുകൂടി പ്രീമിയം സെഗ്മെന്റ് ആണ് ഇത് മറ്റേ വെച്ച് നോക്കുമ്പോൾ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ. 17 മോഡൽ ക്യാപ്ചർ ആണ്. 76,000 ഓടിയിട്ടുള്ള പ്രോപ്പർ കമ്പനി സർവീസ് ഉണ്ട്. 76,000 ഓടിയിട്ടുള്ള മാനുവൽ. ഓക്കെ. കറക്റ്റ് കമ്പനി സർവീസ്, റീപ്ലേസും കാര്യങ്ങളൊന്നും. അപ്പോൾ ലോ കിലോമീറ്റർ ആണ്. അത് വർഷം വെച്ച് നോക്കുമ്പോൾ വളരെ ലോ കിലോമീറ്റർ ആണ്. ഒരു പക്ക നല്ലൊരു മസ്കുലർ SUV ആണ് അല്ലേ? ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? 5.10.
5,10,000. 5,10,000 രൂപയ്ക്ക് 2017 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വെറും 76,000 കിലോമീറ്ററുടെ ഫുൾ ഓപ്ഷൻ ക്യാപ്ചർ 110 PS നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം ആവശ്യക്കാർക്ക്. ഫുൾ ലോൺ കയറും. എന്തൊക്കെ വർക്ക് ഉണ്ടോ? മേജർ വർക്ക് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, മൈനർ ക്ലെയിം പോലും ഇല്ല. ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി, അടിപൊളി ഒരു വണ്ടി കൊണ്ടുപോകും. ഇതിന്റെ മൈലേജ് ഒരു 12-13 ഒക്കെ കിട്ടുമോ? 13 മേലെ കിട്ടും. 15 കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ഉപയോഗിക്കുന്നുണ്ട് 2 വർഷം. അത് ശരി. അടുത്ത വണ്ടിയിലേക്ക് എക്കോ സ്പോർട്ട് KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം. ഡീസൽ ആയത്? ഇത് ഡീസലാണ്. ഓക്കെ. 2013 മോഡൽ. 13 മോഡൽ ഡീസൽ. ഓട്ടം 1.34 കമ്പനി സർവീസ്. ഏതാ ഓപ്ഷൻ? ഇത് ട്രെൻഡ് ലൈന്. ബേസല്ല, എല്ലാം വരും. ഓക്കെ. ബാക്ക് പേപ്പർ ഡീഫോഗറൊക്കെ വരും. ഓക്കെ. അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന വണ്ടി തന്നെയാണ്. 2013 1.24 സർവീസ് പ്രോപ്പർ ഉണ്ടോ? 1.34 പ്രോപ്പർ സർവീസ് ഉണ്ട്. 1.34 ഫാൻസി നമ്പർ, റീപ്ലേസ് ഒന്നുമില്ല. ഒരു ക്ലെയിമില്ല ഒന്നുമില്ല. ഓക്കെ. മൈലേജ് ഉണ്ടാവും. 18 റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ ഡീസലാണ്, അതിന്റെ മെയിൻ്റെനൻസ് കാണണം. എക്കോ സ്പോർട്ടൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് മെയിൻ്റെനൻസ് ആയിട്ട് കാണാം. നമ്മൾ പോളോ ഒക്കെ എടുക്കുമ്പോൾ തന്നെ. ഓക്കെ. എത്ര കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നത്? 3,70,000 രൂപയ്ക്ക് 2013 വണ്ടി. ക്വാളിറ്റി വണ്ടി കേട്ടോ. ഓക്കെ. മേജർ ഒരു വർക്കും ഇല്ലാത്ത വണ്ടിയാണ്. ഡീസൽ. അതും ഒരു 3.5 അടുത്ത് ലോൺ ചെയ്യാം. അടുത്തൊരു കിട്ടും. ഫോർഡിന്റെ കമ്പനി ഇപ്പോഴും ഉണ്ട്. അതായത് സർവീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. പുതിയ വണ്ടി ഇല്ലാന്നേ ഉള്ളൂ. അപ്പോൾ ഹിസ്റ്ററി എടുക്കാം, ചെക്ക് ചെയ്യാം, അവിടെ കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്ത് നോക്കാം, എന്തും ചെയ്യാം അല്ലേ. സ്കോഡ റാപ്പിഡ് ആണ്. KL 57 കൊടുവള്ളി, കോഴിക്കോട് ജില്ലയാണ്. കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനം. ഫസ്റ്റ് ഷേപ്പ് റാപ്പിഡ് അല്ലേ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 ആംബിയന്റ് ആണ്. ആംബിയന്റ് സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ്. ഓക്കെ. കോഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും. ഡീസലോ പെട്രോളോ? ഡീസൽ 49 ഓടി കറക്റ്റ് കമ്പനി സർവീസ്. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ഫുൾ സർവീസ്. ഓക്കെ. അപ്പോൾ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയ ഒരു വണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് സ്കോഡെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. എന്തായാലും അല്ലേ, ചെക്ക് ചെയ്യാം കാര്യങ്ങൾ. ഇത് മെയിനായിട്ട് ഇഞ്ചക്ടർ സൈഡാണ് വരിക. പണി വരിക. ഇപ്പം എല്ലാം പക്കയാണ്. ഓക്കെ. മൈലേജും ഉണ്ടാവും. 18 റേഞ്ച് മൈലേജ് കിട്ടും. പവർഫുൾ ആയിരിക്കും. ബോഡി ക്വാളിറ്റി, സ്റ്റെബിലിറ്റി എല്ലാം കൊണ്ടും അടിപൊളി വണ്ടി. അപ്പോൾ മോഡൽ കുറച്ചുകൊണ്ട് തന്നെ ആ ഒരു വിലയിൽ, ചെറിയ വിലയിൽ ഇത്രയും സേഫ്റ്റിയും സ്റ്റെബിലിറ്റി എല്ലാം കിട്ടുന്ന ഒരു വണ്ടി എടുക്കുന്നുണ്ട്. ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. എത്രയാണ് ഇപ്പോൾ ചോദിച്ചത്? 2,60,000 രൂപയ്ക്ക് 2013 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. 2013 ഡീസൽ 2,60,000 ഫുൾ ലോണും കയറുമോ? ഫുൾ ലോൺ കയറാൻ പ്രയാസം. 2 രൂപ കിട്ടും. ഓക്കെ. 60,000 രൂപ ഇറക്കിക്കൊണ്ട് പോവാം അല്ലേ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത് മാത്രമല്ല, ഇവിടെ വേറെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ 10-75 വണ്ടിയുണ്ട്. ഏതൊക്കെ ബാക്കിയുണ്ട് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന്? ഒരുപാട് പറയാനുണ്ട്. ഡീസലിൽ ഏതൊക്കെയുള്ള? ഡീസലിൽ ഇപ്പോൾ സ്വിഫ്റ്റ്, റിഡ്സ്, ഐ10 ഡീസൽ, സണ്ണി ഉണ്ട് അല്ലേ. ഓക്കെ. വോളോകളുണ്ട്. അപ്പോൾ ഇത്രയും വണ്ടികളൊക്കെ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജാസ്, ഹോണ്ട WRV അപ്പുറത്ത് തീർച്ചയായും വിളിച്ചോളൂ. റീഡ്രൈവിലാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കാക്കഞ്ചേരിയാണ്. കാക്കഞ്ചേരിയിൽ നിന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 1/2 കിലോമീറ്റർ. അതിൻ്റെ ചോടേ ഉള്ളൂ. അപ്പോൾ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാവർക്കും നന്ദി. ഹസൻക, താങ്ക് യു, ബൈ.